സോറിയാസിസിന്റെ പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? ഈ സ്കിന്നിന്റെ കോശങ്ങളൊക്കെ അടഞ്ഞുകൂടി ഒരുപാട് കട്ടിയായിട്ടുള്ള ഒരു പാടങ്ങളായിരിക്കും കാണുന്നത്. അതൊരു പക്ഷെ പൊളിഞ്ഞു പോയേക്കാം, അല്ലെങ്കിൽ സ്കിന്നിന് ഒരു പൊടി പൊടി പോലെ പൊളിഞ്ഞു പോകുന്നത് കാണാം. സ്കിന്ന് ഭയങ്കരമായിട്ട് ഡ്രൈ ആയിരിക്കും. ഈ സോറിയാസിസ് തലയിൽ വരാം, ചെവിയുടെ താഴെയായിട്ട്, ബാക്കിലായിട്ട്, ഹെയർ ലൈൻ്റെ ഒക്കെ ഭാഗത്തായിട്ട് ഡാൻഡ്രഫ് ഒക്കെ പോലെ വരാം. പിന്നെ കൈമുട്ടിന്, കാൽമുട്ടിനൊക്കെ വരാം. കൈയുടെ മുൻവശത്തായിട്ടും അതുപോലെ തന്നെ കാലിൻ്റെ മുൻവശത്തൊക്കെ ആയിട്ടും വരാം. ചില സമയത്ത് ഇത് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് വ്യാപകമാവാനുള്ള സാധ്യതയും കൂടുതലാണ്. നല്ല രീതിയിലുള്ള ചൊറിച്ചിലും അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു കണ്ടീഷനാണ് ഈ സോറിയാസിസ്. ഇത് സ്കിന്നിനെ കൂടാതെ നെയിൽസിന്, നഖങ്ങളെയും ബാധിക്കാം. അതുപോലെ തന്നെ സന്ധികളെയും ബാധിക്കാം. സോറിയാറ്റിക് ആർത്രൈറ്റിസ് എന്ന് പറയും. അതായത് കൈ കാൽ വിരലുകളിലെ ജോയിൻസ് അല്ലെങ്കിൽ മുട്ടിനൊക്കെ വേദന, നീർക്കെട്ട്, ഡീഫോമിറ്റി വരുന്ന ഒരു കണ്ടീഷനാണ് സോറിയാറ്റിക് ആർത്രൈറ്റിസ്. നല്ല രീതിയിലുള്ള ജീവിതശൈലി